அப்போ 6வது காண்டத்தில் வந்து பார்த்தா கோர்ட்டு கேஸு வழக்குகள், கடன் பிரச்சனைகள், നിങ്ങൾക്ക് വരുന്ന വ്യാധികൾ ഏത് അസുഖമാണ് നിങ്ങൾക്ക് വന്ന് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏത് അസുഖം നിങ്ങൾക്ക് വരും. അപ്പോൾ அந்த அசுவம் வந்து കഴിഞ്ഞാൽ ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് വരും. അപ്പോൾ அதுக்கு நீங்கள் എന്തെങ്കിലും ഒരു ഔഷധം കഴിച്ചാൽ அந்த അസുഖം വരാതിരിക്കും. നാഡി എടുത്തു കഴിഞ്ഞാൽ ഏത് കാണ്ഡം, കാണ്ഡം എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് നേരത്തെ. അപ്പോൾ ഈ കാണ്ഡങ്ങളിൽ ഏത് കാണ്ഡമാണ് എടുക്കേണ്ടത്? ആ കാണ്ഡത്തിൽ എന്തൊക്കെയാണ് വിശദീകരിച്ച് പറയുന്നത്? ഉദാഹരണം ധനത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എല്ലാവരും വരുന്ന കാര്യം வந்து பார்த்தாக்கா വിദ്യാഭ്യാസങ്ങൾ കഴിഞ്ഞു, ജോലി ഇല്ലാതെ இருக்கும். ഏത് ജോലിക്ക് പോകണം, ഏത് മേഖലയിൽ പോകണമെന്ന് നിങ്ങൾ സർക്കാർ ജോലിയാണോ വിദ്യാഭ്യാസ ജോലിയാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുമോ അത് ഏത് ജോലിക്ക് പോകണമെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയും. ഈ നാഡി ജ്യോതിരം வந்து എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നോക്കാൻ വിധിയുള്ള ആൾക്കാർക്കും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവങ്ങളെ ഈ ജന്മത്തിൽ നിവൃത്തി ചെയ്യാനുള്ള യോഗത്തിലുള്ള ആൾക്കാർ മാത്രമേ കിട്ടത്തുള്ളൂ. ഏവർക്കും സ്വാഗതം. നാഡി അസ്ട്രോളജിയെക്കുറിച്ചുള്ള രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏവർക്കും അറിയേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സാമ്പത്തികം, ദുരിതങ്ങൾ, രോഗം, കലഹം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാവും. അത്തരം വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നാഡി അസ്ട്രോളജി എന്തു പറയുന്നു എന്ന് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഉത്തമൻ സ്വാമിയോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കെ ഉത്തമരാജൻ എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരത്താണ് താമസിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡ് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതുകൂടെ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമസ്തേ സാർ. നമസ്കാരം സാർ. എല്ലാവരുടെയും വിഷയം, പലരുടെയും സമ്പത്ത് ഉണ്ടാക്കുന്നില്ല, സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്നില്ല, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നെ കടബാധ്യത, ദുരിതങ്ങൾ, രോഗം, കലഹങ്ങൾ, അതായത് കോടതി വ്യവഹാരങ്ങളിലൂടെ സമ്പത്ത് നഷ്ടപ്പെടുക, ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ സാധാരണ എല്ലാ മനുഷ്യരും ഉള്ളതാണ്. അപ്പോൾ ഇതിൽ നാഡി എടുത്തു കഴിഞ്ഞാൽ ഏത് കാണ്ഡം, കാണ്ഡം എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് നേരത്തെ. അപ്പോൾ ഈ കാണ്ഡങ്ങളിൽ ഏത് കാണ്ഡമാണ് എടുക്കേണ്ടത്? ആ കാണ്ഡത്തിൽ എന്തൊക്കെയാണ് വിശദീകരിച്ച് പറയുന്നത്? ഉദാഹരണം ധനത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഇപ്പോൾ ധനത്തിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ കാണ്ഡമുണ്ട്. രണ്ടാം കാണ്ഡം. അപ്പോൾ രണ്ടാം കാണ്ഡം എടുത്ത് നോക്കുമ്പോൾ ധനം മാത്രം കിടയാതെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറയാൻ പറ്റും, കുടുംബജീവിതത്തെക്കുറിച്ചും പറയാൻ പറ്റും, അതേപോലെ ധനത്തെക്കുറിച്ചും പറയാൻ പറ്റും, അതേപോലെ വാക്കുകൾ കൊണ്ടും പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ഒരെണ്ണം മാത്രം കിടയാതെ, ധനം മാത്രം കിടയാതെ വിദ്യാഭ്യാസം ഉണ്ട്, അതേപോലെ കുടുംബജീവിതങ്ങളുണ്ട്, അതേപോലെ ഇங்கே താമസിക്കുന്ന സ്ഥലങ്ങൾ എവിടെ മാറിപ്പോകും, കുടുംബജീവിതങ്ങൾ അത് എങ്ങനെ പോകും, ഏത് രീതിയിൽ പോകും. അപ്പോൾ നിങ്ങൾ വരുമ്പൊഴുത് ധനത്തിൻ്റെ കുറച്ച് ഒരുപാട് എല്ലാവർക്കും വന്നിട്ട് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പൈസ വന്നുകൊണ്ടിരിക്കും, അത് പട്ടിണി ചിലവായി പോകും. இன்னும் ஒரு 1000 രൂപ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപ ചിലവാകും. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് കൂടുതൽ ചിലവായി കൊണ്ടുപോകും. அது എന്തുകൊണ്ടാக இதுக்கின்ன ஸ்தலங்கள் அதே போல் இப்போ இருக்கக்கூடிய சுச்சுவேஷனுக்கு ஒன்றுத்துக்கும் பைசா வந்து ரேட்டு கூடிக்கொண்டே போய் கொண்டு இருக்கும். சம்பளம் குறைவு, പക്ഷേ ചിലവ് കൂടിക്കൊണ്ടേ இருக்கும். അത് എങ്ങനെ അതുക്കുള്ള പ്രതിബദ്ധീകരണം നിങ്ങൾക്ക് ഉണ്ട്. അതായത് ഞാൻ പറയാം, ഉദാഹരണത്തിന് ധനം ഉണ്ടാകുന്ന മാർഗങ്ങൾ, അത് ഏത് സ്ഥലത്തുണ്ടാവും, എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുക്കുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ടിരിക്കും. വഴിപാടുകളൊക്കെ அதுக்குள்ள வழிகள் നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ടിരിക്കും. ഇത് ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വന്നിട്ട് ഒരു പ്രൈവറ്റായിട്ട് ഒരു സ്ഥലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഈ ജോലി മാത്രം നിങ്ങൾക്ക് കിടയാതെ ഇപ്പം വേറെ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടായി അതുക്കുള്ള പൈസ ഉണ്ടാകും. അതായത് സമ്പത്ത് വരുന്ന മാർഗങ്ങളെ കുറിച്ചും പറയും. അത് ഏത് സ്ഥലത്തും അത് എങ്ങനെ സേവ് ചെയ്ത് വെച്ചുകൊള്ള വേണ്ടും, അത് ഏത് ഡേറ്റ് ഏത് ആഴ്ചയിലെ പണങ്ങൾ വന്ന് സേവ് ചെയ്താക്ക ഏത് സമയമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയും. ഓക്കെ. അപ്പൊ വരുമാനം, അപ്പൊ വരുമാനത്തെ കുറിച്ച് പറഞ്ഞ വേറെ കാണ്ഡം ഉണ്ടോ ഇതല്ലാതെ? ഉണ്ട്. അപ്പൊ വരുമാനത്തെ കുറിച്ച് പറയുന്നത് 10ാമത്തെ കാണ്ഡമും ഒന്നുണ്ട്, ജോലി കർമ്മകാണ്ഡം. അപ്പൊ ഈ കർമ്മകാണ്ഡം എടുത്ത് നോക്കുമ്പൊഴുത് നിങ്ങൾക്ക് എല്ലാവരും വരുന്ന കാര്യം வந்து பார்த்தாக்கா വിദ്യാഭ്യാസങ്ങൾ കഴിഞ്ഞു, ജോലി ഇല്ലാതെ இருக்கும். ഏത് ജോലിക്ക് പോകണം, ഏത് മേഖലയിൽ പോകണമെന്ന് നിങ്ങൾ സർക്കാർ ജോലിയാണോ വിദ്യാഭ്യാസ ജോലിയാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുമോ അത് ഏത് ജോലിക്ക് പോകണമെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയും. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒരു ബിടെക് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ പോകുന്ന സ്ഥലം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കും. പക്ഷേ IT കമ്പനി மாதிரி ജോലിക്ക് പോകില്ല. അത് വേറെ ഒരു ജോലിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കും. പഠിച്ച വിദ്യാഭ്യാസം ഒന്ന് നിങ്ങൾ പോകുന്ന ജോലി ഒന്നായിട്ട് വരും.
അപ്പൊ അതായത് വിദ്യാഭ്യാസം അല്ലാതെ ഏതൊക്കെ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ കർമ്മവും കൂടെ തിരിച്ചറിയാൻ പറ്റും. അതിനൊക്കെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതുള്ള പ്രതിവിധി നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ നമ്മൾ സാധാരണ ജ്യോതിഷത്തിൽ പറഞ്ഞു കേട്ടുള്ളൂ 11ാം ഭാവം ഹൗസ് ഓഫ് ഇൻകം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പൊ അത് 11ാം കാണ്ഡവും നാഡി ജ്യോതിഷത്തിലുണ്ടോ? 11ാം കാണ്ഡമും ഉണ്ട് നിങ്ങൾക്ക്. അത് സെക്കൻഡ് வருமானங்கள். രണ്ടാമത്തെ രീതിയിൽ ഇപ്പോൾ ഒരു ജോലി മാത്രം கிடையாது, അടുത്തത് നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും. അത് ഏത് ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകും. അത് யார் கூட சேர்ந்து ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഭാര്യയോട് ചേർന്ന് ചെയ്യുമോ അല്ലെങ്കിൽ സഹോദരനും സഹോദരിയോട് ചേർന്ന് ചെയ്യുമോ അല്ലെങ്കിൽ അച്ഛൻ്റെ ജോലിയെ അച്ഛൻ്റെ ബിസിനസ്സിന് കണ്ടിന്യൂ ചെയ്യുമോ என்பது നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് നിങ്ങൾ പറയും. ഈ 11ാം കാണ്ഡത്തിലാണോ ഈ രണ്ടാം വിവാഹത്തെ കുറിച്ച് പറയുന്ന വിഷയം? രണ്ടാമത്തെ വിവാഹം ഇപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിയിട്ടുണ്ട്. ആദ്യത്തെ വിവാഹം வந்து நல்ல രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇടയ്ക്ക് അവங்கள നോക്കും பொழுது மனப்பிரயாசம் ഉണ്ട്. നമുക്ക് നോക്കുന്ന സമയത്ത് മனപ്രയാസങ്ങളുണ്ട്. കുട്ടികൾ ഉണ്ടാകില്ല, ഡൈവേഴ്സ് ആയിരിക്കും. അല്ല ഈ 11 ഞാൻ അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിവാഹത്തോടു കൂടി ധനം വരാറുണ്ട്. ഉണ്ട്. അതിപ്പോ എങ്ങനെയാണ് വരാം? പെൺകുട്ടി ധനം കൊണ്ടുവരാം, അല്ലെങ്കിൽ പെൺകുട്ടി വന്നതിന് ശേഷം ധനം ഉണ്ടായും വരും. അപ്പൊ അത് ഈ 11ാം കാണ്ഡം വെച്ചിട്ട് നമുക്ക് അങ്ങനെയും പറയാം. അങ്ങനെ 11ാം കാണ്ഡത്തിൽ രണ്ടെണ്ണം ചേർത്ത് വരും. രണ്ടാമത്തെ വിവാഹം വരും, സെക്കൻഡ് ഉള്ള വരുമാനം നിങ്ങൾക്ക് വരും. അതായത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന മാർഗമല്ലാതെ അഡീഷണൽ വരുമാനം കിട്ടാനുള്ള എങ്ങനെ ചെയ്താൽ ഏത് ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുമെന്ന് പറയും. ഓക്കെ. അപ്പൊ അതിലെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഒറ്റ പരിഹാരം தான். ഒറ്റ പരിഹാരം എല്ലാത്തിനും ഒറ്റ ഒന്നോടത് പ്രത്യേകിച്ചല്ല, എല്ലാത്തിനും ഒറ്റ പരിഹാരം தான். അത് മുൻ ജന്മത്തിനുடைய കാണ്ഡങ്ങൾ എടുത്ത് നോക്കുമ്പോഴത് 13, 14 പരിഹാര കാണ്ഡങ്ങൾ സെപ്പറേറ്റ് ഉണ്ട്. അത് എല്ലാത്തിനും ഒരേ പരിഹാരം தான். ഒന്നോടത് സെപ്പറേറ്റ് ഉള്ള പരിഹാരം. ഇപ്പോൾ ജ്യോതിഷന്മാർക്ക് നോക്കുമ്പോഴത് പോയി കഴിഞ്ഞാൽ ജാതകം കൊടുക്കും, ഒന്നോടത് പരിഹാരം പറയും. നാട് ജ്യോതിഷം അങ്ങനെ கிடையாது. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പരിഹാരം എന്ന വിഷയത്തിന് വേണ്ടി പ്രത്യേക ഒരു സബ്ജക്റ്റ് പോലെ ഒരു ഗ്രന്ഥങ്ങൾ ഒരു ഓലമുണ്ട്. അപ്പൊ ആ ഓല നോക്കുമ്പോ അയാളുടെ എല്ലാ വിഷയത്തിന്റെയും അതിൽ എന്ത് പരിഹാരം മാത്രം വരില്ല. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവങ്ങളെ നിവൃത്തി അടയാൻ വേണ്ടിയിട്ടാണോ ഈ നാടി ജ്യോതിഷം നോക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നത്. ഈ നാടി ജ്യോതിഷം வந்து എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നോക്കാൻ വിധിയുള്ള ആൾക്കാർക്കും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവങ്ങളെ ഈ ജന്മത്തിൽ നിവൃത്തി ചെയ്യാനുള്ള യോഗത്തുള്ള ആൾക്കാർ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പൊ അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഓല അങ്ങയുടെ കയ്യിലില്ല, എല്ലാവർക്കും കിട്ടുമെന്ന് கிடையாது. ഇല്ല. അപ്പൊ അതിനുള്ള യോഗം ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. ആ വ്യക്തിക്ക് അത് കിട്ടാനുള്ള യോഗമുള്ള കാലഘട്ടത്തിൽ അയാൾ അത് എടുക്കും. ഏത് വയസ്സിൽ കിട്ടുമോ ആ വയസ്സിൽ തന്നെ കിട്ടും. നോക്കുന്ന വിധി ഉണ്ട്, അപ്പൊ തന്നെ വരും. അപ്പൊ വരും. ഇപ്പൊ ഞാൻ വന്ന് അങ്ങനെ അടുത്തുനിന്ന് ഈ ഓല എടുക്കുകയാണെങ്കിൽ എനിക്ക് യോഗ ഉണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ. നിങ്ങൾ യോഗ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൂടെ വരുന്ന ആൾക്കാർ കിട്ടും, ഉടനെ കിട്ടും. ശരി. അപ്പൊ എന്തായാലും വന്ന് നോക്കാതെ നമുക്ക് കിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റൂലല്ലോ. വന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റും. ശരി. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ രോഗം, കലഹം, വ്യവഹാരം, കോടതി വ്യവഹാരത്തിലൊക്കെ ധനനഷ്ടം ഉണ്ടാവാറുണ്ട്, കേസിലൊക്കെ പെട്ടിട്ട്. പിന്നെ അതുപോലെ രോഗം വന്നിട്ട് ചില രോഗങ്ങൾ വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരാറുണ്ട്. ഇരിക്കുന്ന കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. ദുരിതങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മോഷണം ഉണ്ടാവും. നമ്മുടെ വസ്തു അല്ലെങ്കിൽ നമ്മുടെ സാധനം വേറൊരാൾ മോടിച്ചോണ്ട് പോകും. അപ്പൊ അതിനൊക്കെ ഉള്ള ഏത് കാണ്ഡമാണ് അറിയാൻ പറ്റും? അത് வந்து 6ാമത്തെ കാണ്ഡം എടുത്ത് നോക്കണം. അപ്പോൾ 6ാമത്തെ കാണ്ഡത്തിൽ வந்து ഇവിടെ കോർട്ട് കേസ്, വഴക്കുകൾ, കടൻ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് വരുന്ന വ്യാധികൾ, ഏത് അസുഖമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് അസുഖം നിങ്ങൾക്ക് വരും. അപ്പോൾ அந்த അസുഖം വന്നു കഴിഞ്ഞാൽ ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് വരും. അപ്പോൾ அதுக்கு நீங்கள் എന്താണോ ഒരു ഔഷധം കഴിച്ചാൽ அந்த അസുഖം വരാതിരിക്കും എന്ന് ഔഷധ കാണ്ഡം കൊണ്ട് എടുത്ത് നോക്കണം. വേറൊരു കാണ്ഡമുണ്ട്, ഔഷധ കാണ്ഡമുണ്ട്. അത് ശരി. ഇത് എന്തൊക്കെ അസുഖം വരുമെന്ന് ഇതിൽ പറയും. ഉണ്ടെങ്കിൽ ഇതിൽ പറയും, ഇല്ലെങ്കിൽ അത് ആവശ്യമില്ലാതെ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. അസുഖം ഉണ്ടാകും, அந்த അസുഖം എന്താണ് അസുഖം നിങ്ങൾക്ക് വരുന്നത്, അപ്പൊ അത് മാറാനുള്ള വഴികൾ എന്ത്. അതായത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു രോഗത്തിനെ കുറിച്ച് ഈ 6ാം കാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ രോഗത്തിന് പരിഹാരം ഉണ്ടെങ്കിൽ ആ പരിഹാരം പറയും. അതിലുണ്ടായിരിക്കും ഔഷധം വരുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് എന്താ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു അസുഖം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്യാൻസർ, ഒരു ബ്ലഡ് ക്യാൻസർ, ഇല്ലെങ്കിൽ സ്tomach സംബന്ധമായ പ്രോബ്ലം, കിഡ്നി, ലിവർ, ഇല്ലെങ്കിൽ അതല്ലാതെ ഒരു മർമ്മமான രീതിയിൽ ഒരു അസുഖം, ഉയർക്കൊല്ലി പോലെ ഇങ്ങനത്തെ ഉള്ള അസുഖം നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാവർക്കും ഒരേപോലെ രോഗമാണ് വരുന്നത്. അതൊക്കെ ഓരോ ആൾക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പം മാരകമായ രോഗങ്ങൾ വന്ന് ദുരിതം അനുഭവിക്കാൻ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ആ കാലഘട്ടം ഉൾപ്പെടെ പറഞ്ഞു തരും, പറഞ്ഞു കൊടുക്കും. അപ്പം അതിന് ഈ ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ ആ മരുന്നോ അല്ലെങ്കിൽ ആ ഡോക്ടറെ കുറിച്ചോ ഉള്ള വിഷയങ്ങൾ അത് ഔഷധ കാണ്ഡം എടുക്കുമ്പോഴത് ചില സമയത്തിൽ ആ ഡോക്ടറിന്റെ പേര് നിങ്ങൾക്ക് വരും.
അല്ല അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള ഇപ്പൊ വിദേശത്തിലെത്തുന്ന ഒരു ആൾ വന്നിട്ടുണ്ട്. ആ വിദേശത്തെ ഒരു ലേഡിയാണ് வந்து നോക്കിയത്. அது ആ லேடி வந்து அவங்களுடைய அம்மைக்கான നോക്കിയത്. അപ്പോൾ അമ്മയ്ക്ക് നോക്കിയപ്പോൾ അവங்களுக்கு ഉള്ള ഔഷധങ്ങൾ അതിനകത്ത് പറഞ്ഞു. പറഞ്ഞ് അപ്പോൾ ഇന്ന സ്ഥലത്തിൽ ഒരു ഡോക്ടർ ഒരു വൈദ്യനുണ്ട്, അവിടെ പോയി നിങ്ങൾ നോക്കണം, അയാൾ ഇതുക്കുള്ള ഔഷധങ്ങൾ കൊടുക്കും, അത് എങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് அவங்க ചോദിക്കും, ഇത് എങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നാടി ജോസ് പ്രകാരം നോക്കിയതാണ് ഈ അസുഖം എന്ന്. இப்போ டாக்டர் எடுத்து போகும்போது அவங்க ചോദിക്കും നിങ്ങൾ എന്താണ് അസുഖം ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഔഷധം കൊടുക്കും. ஆனால் നാടിൽ അങ്ങനെ கிடையாது. ഇതുപോലത്തെ അസുഖം നിങ്ങൾക്ക് വരും, ഇങ്ങനത്തെ ഉള്ള ഒരു ഔഷധം നിങ്ങൾ കഴിക്കണം, അത് എങ്ങനെ കഴിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹം ഇതുപോലെ കണ്ണിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ നോക്കി എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴേക്കും അത് മധുരയിലുള്ള ഒരു ഡോക്ടറെ പേര് വരെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത്തരത്തിൽ ഡോക്ടറെ പേര് വരെ പറയും. അത് നമുക്ക് പേര് അതിൽ வந்து ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തിൽ കാണും, ഇങ്ങനത്തെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഡോക്ടറെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പോയി ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഈ ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് കണ്ണ് കുറിച്ച് നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ചില ഡോക്ടർ വന്നിട്ട് ചികിത്സ ചെയ്യാതെ ഒരു ഔഷധം കൊടുക്കും. ചില ആൾക്കാർ വന്ന് ഓപ്പറേഷൻ ചെയ്യും. ചില ആൾക്കാർ പറയും നമുക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടാകും. എനിക്ക് മനസ്സിലായ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൈപ്പുണ്യമുള്ള രോഗം അല്ലെങ്കിൽ ഇവര് തമ്മിൽ കർമ്മ ബന്ധങ്ങൾ വല്ലതും ഉണ്ടായിരിക്കാം. ആ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ഭേദമാവുള്ളൂ, അങ്ങനെ വല്ലതും വിഷയം ഉള്ളതുകൊണ്ടാണോ ഈ ഡോക്ടർ തന്നെ എടുത്ത്? അത് ഓരോരോ ഡോക്ടർക്കും ഓരോരോ കൈപ്പുണ്യം ഉണ്ട്, அதிர்ஷ்டங்குள்ள ஒரு யோகங்கள் உண்டு. சில டாக்டர் வந்து கொடுக்குற ஔஷதங்கள் வந்து கூடுதல் கொடுக்கும், இல்லைன்னா பட்டன்னு நம்ம தேகத்துக்கு ஏற்றுக்காம பற்றில்ல. சில ஆൾക്കാർ வந்து கொடுக்குற ഔഷധങ്ങൾ പട്ടന്ന് അവരുടെ കൈപുണ്യങ്ങൾ അവർ ദൈവാധീനങ്ങളെ കൊണ്ട് അവർ കൊടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുക വെച്ചാൽ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ കൈപുണ്യം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കർമ്മവും ഈ ഡോക്ടറെ കർമ്മവും തമ്മിൽ അനുകൂലമാകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോഴല്ലേ ഉണ്ടാകും. അതിനെയാണ് കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന ഡോക്ടറെ കിட்ட നിങ്ങൾ പോയി നോക്കി അവരുടെ ഔഷധങ്ങൾ കൊടുക്കുന്നത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖം തീരും, പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് പോകും. അപ്പോൾ ഈ മരുന്ന് പറയുന്നത് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആയിരിക്കും, ആയുർവേദമായിരിക്കും? ആയുർവേദ മെഡിസിൻ ആയിട്ട് വരും. ആയുർവേദ മെഡിസിനാണ് പറയുന്നത്. ആയുർവേദ മെഡിസിൻ ആയിട്ട് വരും. അല്ല ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ടുള്ള ഹോമിയോപതി ഇങ്ങനെ മാറും. എല്ലാം ഒരേ പേരാണ് വരുന്നത്, വൈദ്യനെ വരുള്ളൂ. ആ വൈദ്യന്റെ പേര് പ്രാക്ടീസ് അങ്ങനത്തെ വൈദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകും, മാർഗം തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ ഈ കോടതി വ്യവഹാരങ്ങൾ വരുമ്പോൾ ഈ അഡ്വക്കേറ്റിനെ കണ്ടെത്താൻ കഴിയും? അങ്ങനെ വരും. കോടതിയിൽ വരുമ്പോൾ ചില ആൾക്കാർക്ക് പേര് കൃത്യമായിട്ട് വരില്ല. നിങ്ങൾ ഈ മതത്തിലുള്ള ആൾക്കാരെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ശരിയായിട്ട് വരുമെന്ന് പറയും. അതായത് അഡ്വക്കേറ്റിന്റെ മതം വരെ വരും? മതങ്ങൾ. അത് ശരി, വല്ല അത്ഭുതമായിരിക്കും. അത് ഹിന്ദു മതമായിട്ട് இருக்கும், മുസ്ലിം മതങ്ങളുണ്ട്, ക്രിസ്ത്യൻ മതങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ മതത്തിലുള്ള ആൾക്കാരെ പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഒരു ലേഡിയാണോ ജെൻസാണോ നിങ്ങൾ അതിനകത്ത് പറയും. ശരി, ഓക്കെ. അതിൽ പോയിട്ട് കണ്ടിട്ട് അത് വ്യക്തമായിട്ട് അത് ബന്ധമുള്ള ആളോ ബന്ധമില്ലാത്ത ഒരാളോ ഇല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ട ഒരു ആൾക്കാർ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു വിടും. അപ്പൊ അതായത് നമ്മുടെ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് വരും. അപ്പൊ നമ്മൾ വേറെ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ട. ഈ ആൾക്കാരെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാസത്തില് വരും. ഇപ്പോൾ ഒരു ഡൈവേഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കണം, ഡൈവേഴ്സ് കേസ് வந்து 1 வருஷம் 2 வருஷம் കൂടുതൽ പോയിക്കൊണ്ടേ இருக்கும். അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഡൈവേഴ്സ് കേസ് തീരും. ഓക്കെ ഓക്കെ. ഉടനെ അതുകൊണ്ട് തീരുമാനം കിട്ടും, അടുത്ത രണ്ടാമത്തെ കല്യാണം കഴിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ. ഈ ദുരിതങ്ങൾ എന്ന് പറയുന്നത് ഈ 6-ാം കാണ്ഡത്തിലാണോ പറയുന്നത്? ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ வந்து നിങ്ങൾക്ക് ഒരു ആഭിചാര ദോഷം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള ആഭിചാര ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വന്നത്, നിങ്ങൾക്ക് ആരും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ വേറെ ആരും ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് വന്ന് കാലിൻ്റെ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ദോഷം നിങ്ങൾക്ക് വരും. ഓക്കെ. അത് എവിടെ പോയാൽ പരിഹരിക്കപ്പെടാമെന്നുള്ളത് കാണുന്നു. അത് എവിടെ അതുക്കുള്ള ചില മാർഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ചില ആൾക്കാർക്ക് അതിനകത്ത് പരിഹാരങ്ങൾ വരും, ചില ആൾക്കാർ അതിനകത്ത് വരില്ല. ശരി. அது அவங்களுடைய ஆൾക്കാരുടെ குணங்கள் எங்கே உண்டு. சில ஆൾക്കാർ வந்து സംശയത്തെ കൊണ്ട് നാടി ജ്യോതിഷം നോക്കാൻ വേണ്ടി വരും, ചില ആൾക്കാർ வந்து വിശ്വാസത്തെ കൊണ്ട് വരും.